Welcome back to Kerala's number one FM, Love FM. This is Love Bites with Renu and എൻ്റെ കൂടെയുണ്ട്. Hi everybody, this is Jishnu Raghavan with Renu in Love Bites on Club FM. വിഷ്ണു നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അയാളുടെ ഭംഗി കണ്ടിട്ടായിരിക്കും എന്ന്. ഒരുപാട് പേരും പറയാറുണ്ട് ഇങ്ങനെ കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ പ്രണയിക്കാറുള്ളത്. What's your take? കണ്ണുകൾ കൊണ്ട് മാത്രമാണ് പ്രേമിക്കാൻ പറ്റുള്ളൂ. കണ്ണുകൾ കൊണ്ടാണ് ശരിക്കും നമ്മൾ പ്രേമം പറയാം. ഒരിക്കലും വാക്കുകളോണ്ടല്ല. ഇപ്പോൾ നമ്മൾ വാക്കുകളോണ്ട് ഐ ലവ് യു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ കണ്ണുകൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും സത്യസന്ധമായ ഒരു പറച്ചിലായിരിക്കും. ജിഷ്ണുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ലവറിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി അതുണ്ടെങ്കിലേ ഞാൻ പ്രണയിക്കൂ, അതെന്താ? ഓരോരുത്തർക്കും ഓരോന്നാകട്ടെ. ഐ എം സോറി, അപ്പോൾ പലർക്ക് പല രീതിയിലൊരു ആഗ്രഹങ്ങളായിരിക്കും. ഞാൻ അട്രാക്റ്റഡ് ആവുന്നത് ഒന്ന് ഫെമിനൈൻ ക്വാളിറ്റീസ്, ടു ഇൻ്റലിജൻസ്, കാഴ്ചപ്പാട്, ലോകത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ ഒരു കാഴ്ചപ്പാടിലാണ്, കാരണം അതിലേ ഉണ്ടാവുന്ന സസ്റ്റനൻസ്. ഈ പറഞ്ഞ 3 ക്വാളിറ്റീസ് മൊത്തം ഒരു ഭാര്യയാണ് ജിഷ്ണുവിന് കിട്ടിയിരിക്കുന്നത്. 100%. ലക്കി ബോയ്. പിന്നെ നമുക്ക് കുറച്ച് മെസ്സേജും കൂടി വന്നിട്ടുണ്ട്. ഐ മിസ് യു സോ മച്ച് അലീന എന്ന് റിനിയൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൂജ, എൻ്റെ ലവർ നിതിൻ രാജ്, ഞങ്ങൾ പിണങ്ങിയിട്ട് 1 വർഷം. പക്ഷെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഒരു വിളിക്കായി ഞാൻ കാതോർക്കുന്നു. എൻ്റെ നിതിന് നല്ലൊരു പാട്ട് വെച്ച് തരുമോ? അയ്യോ, സങ്കടമുള്ള മെസ്സേജാണല്ലോ. പിന്നെ രേഷ്മ, ഐ ലവ് യു സോ മച്ച് ആൻഡ് ഐ മിസ് യുടാ. നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ലേ മുത്തേ, പ്ലീസ് ഡാ. പിന്നെ റീനു ഒരു സ്പെഷ്യൽ സോങ് വെച്ച് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടേ. ആനക്കുട്ടി, ഐ ലവ് യു എന്നൊരു മെസ്സേജ് ഉണ്ട്. സ്വാതി, മിത്രൻ ചേട്ടാ, ഐ ലവ് യു, ഐ മിസ് യു ടു ഡിയർ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ സ്വാച്ചിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? പിന്നെ കൃഷ്ണദാസിൻ്റെ അടുത്ത് ഐ ലവ് യു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അച്ചുവിനെ മിസ് ചെയ്യുന്നു എന്ന് മിഥുൻ പറഞ്ഞിരിക്കുന്നു. ഇവർക്കെല്ലാം വേണ്ടി ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിലൊരു പാട്ട്. പിന്നെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Can any man be a one-woman man? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. റീനു ആൻഡ് ജിഷ്ണു. വിഷ്ണു, ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യനായത്. ഒരാണിന് ശരിക്കും ഒരു പെണ്ണിൻ്റെ മാത്രമായിരിക്കാൻ പറ്റുമോ? Of course, why not? 100%. പക്ഷെ എന്നിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ആളെ വഞ്ചിക്കാറുണ്ട്, വേറെ ആളുടെ പുറകെ പോകാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയിൽ അല്ലെങ്കിൽ ആൺകുട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുള്ളതുകൊണ്ടായിരിക്കോ? അവരുടെ തെറ്റായിരിക്കോ? അത് പെൺകുട്ടികളുടെ തെറ്റല്ല. ഇപ്പം ഞാൻ വിഷമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനാണ് വിഷമിക്കുന്നത്. ആ ഒരു ഫീലിംഗ് എനിക്കല്ലേ ഉള്ളു. ഞാൻ വിഷമിക്കാതിരുന്നാൽ പോരെ. അതായത് ബേസിക്കലി ആ വ്യക്തിയുടെ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഒരു ആക്ഷൻ ആയിരിക്കില്ല. ആ ആക്ഷൻ ഞാൻ എഫക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചപ്പാടങ്ങ് എൻ്റെ തെറ്റിദ്ധാരണയായിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം. അപ്പോൾ 100% എല്ലാം എൻ്റെ പ്രശ്നമാണ്, ഒരിക്കലും മറ്റവരുടെ പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഹാ, സ്വന്തമായിട്ട് കുറ്റങ്ങളൊക്കെ ഏറ്റെടുക്കുന്നവരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ലവ് ബൈറ്റ്സിൽ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരാറാ പതിവ്. ഇത് ജിഷ്ണു വിത്ത് റീനു ഇൻ ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. You are tuned to Love Bites on Club FM with Renu and Jishnu. പ്രണയം ഒരിക്കലും പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യരുത്, അല്ലെങ്കിൽ പരസ്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ ഒരുപാട് പേര് ലവ് ബൈറ്റ്സിൽ വന്ന് പറഞ്ഞു. ജിഷ്ണു, എന്താ ജിഷ്ണുവിന് പറയാനുള്ളത്? ഇത് 100% എഗെയിൻ നമ്മുടെ സൊസൈറ്റീൻ്റെ പ്രോബ്ലമാണ്. സ്നേഹം പബ്ലിക്കായിരിക്കണം. എന്തുകൊണ്ട് പബ്ലിക്കായിക്കൂടാ? സ്നേഹം എപ്പോഴും തുറന്ന ഒരു ഇതായിരിക്കണം എന്നാണ് വിശ്വാസം. എല്ലാവരും സ്നേഹിക്കണം. ഇപ്പോൾ എനിക്കൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം സൊസൈറ്റി. മനസ്സിലായില്ലേ? അത് റെസ്പെക്റ്റ് ചെയ്യാത്ത അവസ്ഥയിലാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ സ്നേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. സ്നേഹം, ബന്ധങ്ങൾ, മനസ്സിലായില്ലേ? അതൊക്കെ ഇപ്പോൾ വളരെ തെറ്റായ രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. അതിന് തെറ്റായ കാഴ്ചപ്പാടും എന്തൊക്കെയോ അതൊക്കെ മാറി വരണം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അത് കുറേ കൂടെ മാറുന്നു. ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ രീതികളൊക്കെ ചാലഞ്ച് ചെയ്യുന്നു, അത് ചേഞ്ച് ആവുന്നു. അപ്പം അതുകൊണ്ടാണ് പഴയ ജനറേഷനിലെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ 100% നമ്മുടെ കേരളം മൊത്തം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അവരുടേതായ രീതിയിൽ, ചിലപ്പോൾ ആ രീതികൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷേ അവരുടെ ആ ഒരു ജനറേഷൻ്റെ സ്വന്തം ജീവിതമാണത്, അവരുടെ സ്വന്തം ലോകമാണ്.
അവരുടെ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ ഫ്രീഡം കഴിഞ്ഞ ജനറേഷൻ കൊടുത്തിരിക്കണം. അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അവർ തെറ്റ് ചെയ്യട്ടെ, തെറ്റ് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് അവർ പഠിക്കട്ടെ, കുഴപ്പമില്ല. അതെ, തെറ്റിനെ പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അതാന്ന്. ജിഷ്ണു, എനിക്ക് വീട്ടിൽ തിരിച്ചെല്ലാനുണ്ട്, ജിഷ്ണുവിനും ചെല്ലാനുണ്ട്. പുറത്ത് ഏതൊക്കെ അച്ഛനമ്മയും നിൽക്കണ്ടാവോ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ജിഷ്ണു. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Love Bites on Club FM. ഞാൻ റീനു, എൻ്റെ കൂടെ ജിഷ്ണു രാഘവ്. ജിഷ്ണുവിൻ്റെ പുതിയ മൂവിയാണല്ലോ അന്നും ഇന്നും എന്നും. ജിഷ്ണു, അന്നും ഇന്നും എന്നും പ്രണയം പൈങ്കിളിയാണ് എന്ന് ഞാൻ പറഞ്ഞ ജിഷ്ണു എന്ത് പറയും? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഈ പൈങ്കിളി എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ അടിക്കുന്ന ഡയലോഗ് ഒന്നും ആയിരിക്കില്ല പ്രണയിക്കുമ്പോൾ. അപ്പൊ അതായിരിക്കും മിക്കവാറും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പൈങ്കിളി എന്ന് പറയുന്നത്. ജിഷ്ണു, പക്ഷെ ഇപ്പം നമ്മൾ ചുറ്റും നോക്കിയാൽ ഈ പൈങ്കിളിയൊന്നും അല്ല കാണുന്നത്. വി സീ എ ലോട്ട് ഓഫ് ലിവ് ഇൻ റിലേഷൻഷിപ്സ്. അതിനെക്കുറിച്ച് എന്താ ജിഷ്ണു പറയാ? അത് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലോ. ആ വ്യക്തികൾക്ക് അങ്ങനെയാണ് താല്പര്യം എന്ന് പറയുമ്പോൾ അതാണ്. പലവർക്കും കല്യാണം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിനോട് താല്പര്യമില്ല. കല്യാണം കഴിക്കുമ്പോൾ എന്താണ്, അതിൽ ഫാമിലി വരുന്നു, റിലേറ്റീവ്സ് വരുന്നു, എല്ലാവരും വരുന്നു അതിലേക്ക്. അങ്ങനെ എല്ലാവരും വരുമ്പോൾ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നു, അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് വരുമ്പോഴാണ് അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പ്. ആരെയും കൂട്ടാക്കാതെ, സൊസൈറ്റീനെ കൂട്ടാക്കാതെ അവർ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ അവരെ ഒളിച്ചിട്ട് വേണം അങ്ങനെ താമസിക്കാൻ, അല്ലേ? അതിനെനിക്ക് തോന്നുന്നു അതിൻ്റെതായ ത്രില്ലുണ്ട്, അതിൻ്റെതായ രസമുണ്ട്. പക്ഷേ അത് എത്രത്തോളം നല്ലതാണ് ചീത്തയാണെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. പെട്ടെന്ന് രക്ഷപ്പെട്ടല്ലേ? ഓക്കെ, നമുക്ക് വന്ന 2-3 മെസ്സേജും കൂടി വായിക്കാവേ. ഹായ് ജിഷ്ണു എന്ന് ഫേസ്ബുക്കിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. പ്ലീസ് പ്ലേ എ റൊമാൻറ്റിക് സോങ് ഫോർ മൈ സ്വീറ്റ് വാവ എന്ന് ഷംനു പറഞ്ഞിട്ടുണ്ട്. ഷാറൂഖ് ഐ മിസ് യു എന്ന് അനാമിക പറഞ്ഞിരിക്കുന്നു. ഐ ലവ് യു അജി എന്നൊരു മെസ്സേജ് ഉണ്ട്. റീനു ചേച്ചി, എനിക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? ഓഹോ, സ്വയം പാട്ട് ചോദിക്കലോ. പിന്നെ ഐ മിസ് യു ചേട്ടായി, ഐ ലവ് യു അലോട്ട് എന്നൊരു മെസ്സേജ് ഉണ്ട്. കുട്ടാ ഐ മിസ് യു എന്ന് ചിപ്പി പറഞ്ഞിട്ടുണ്ട്. മുസീന, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരു പാട്ട് വെച്ച് തരുമോ? തരാമല്ലോ. നിങ്ങൾക്കിങ്ങനെ ഒരു പാട്ട് വേണോ? എന്ന നമ്പർ 56070 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.